യെസ്, ഇപ്പോൾ വട്ടിയൂർക്കാവിലെ പോസ്റ്റ് വിഭാഗത്തിൽ വീണ മാധ്യമങ്ങളെ കാണുന്നു. ഞാൻ അറിയാനിടയായ ചില കാര്യങ്ങൾ അത് KPCC പ്രസിഡന്റ് ശ്രദ്ധയിൽ അന്ന് തന്നെ കൊണ്ടുവന്നതാണ്. അദ്ദേഹത്തെ അന്ന് തന്നെ വിളിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്. അപ്പോൾ അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല. പൊളിറ്റിക്കൽ മർഡർ നടന്ന സ്ഥലത്തായിരുന്നു അന്ന് ഞാൻ കോൺടാക്ട് ചെയ്യുമ്പോൾ. സ്വാഭാവികമായും KPCC പ്രസിഡന്റ് ഇന്ന് ഓഫീസിലെത്തി. അദ്ദേഹം എന്നെ വിളിപ്പിച്ചു, എന്നോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ റിട്ടൺ ആയിട്ട് എഴുതി അദ്ദേഹത്തിന് ഓഫീസിൽ കൈമാറണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കമ്മീഷനെ നിയോഗിക്കുകയാണ് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ കമ്മീഷൻ നിലവിൽ വരികയും അവർ കൃത്യമായ അന്വേഷണം നടത്തുകയും അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്നെ വിളിപ്പിക്കുകയാണെങ്കിൽ കമ്മീഷന് മുമ്പാകെ പറയാനുള്ള കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു എക്സെപ്ഷണൽ ഒരു കേസ് വെച്ചിട്ട് ഇതാണ് കോൺഗ്രസ് പാർട്ടി, വട്ടിയൂർക്കാവിലെ കോൺഗ്രസ് ഇങ്ങനെയാണ് എന്ന് ഒരിക്കലും വിധി എഴുതാനോ വിലയിരുത്താനോ സാധിക്കില്ല. കാരണം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ മുമ്പും നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ 2.5 മണിക്കൂർ മാത്രം ഉറങ്ങിയ രാത്രി 2:30 മണി വരെ ഞാൻ ജോലി ചെയ്ത സമയങ്ങളിൽ എനിക്കിപ്പോൾ നിന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരാരും എന്നോടൊപ്പം ആത്മാർത്ഥമായി നിന്നവരല്ല എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒപ്പമുണ്ടായിരുന്നവരെ എല്ലാവരെയും അവരുടെ ത്യാഗം, പാർട്ടിക്ക് വേണ്ടി അവരെടുത്തിട്ടുള്ള എഫേർട്ട്, സ്ട്രെയിൻ ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് എക്സെപ്ഷണലായിട്ട് ഇപ്പോൾ വാർത്തയിലൂടെ അത്തരത്തിലൊരു വിവാദം കാണാനിടയായി. അത് തീർച്ചയായും അത് വീണ എന്ന ഒരു കാൻഡിഡേറ്റിൻ്റെ ഒരു വിഷയമായിട്ടല്ല, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും വിഷയമാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും വീഴ്ച ആരെങ്കിലും ഒരാളുടെ ഭാഗത്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ, ഒരു ഭരണമാറ്റം ജനങ്ങൾ കൊതിക്കുന്ന സാഹചര്യത്തിൽ, ഓരോ സീറ്റിൻ്റെ വിജയവും നിർണായകമാകുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും ഒരു വിഭിന്നമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ അത് KPCC അന്വേഷിക്കണം. അതൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മാത്രമല്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഐഡന്റിറ്റി